പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ പാർവതി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വന്ന് സംഭവിക്കുകയാണ്. താൻ മറ്റാരുടെയുമല്ല, ശിവരഞ്ജിനിയുടെ മകളാണ് എന്നുള്ള സത്യം മീനു തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ മീനു പകച്ചു പോകുന്നു. ഡോക്ടർ ഇതേ തുടർന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന്. ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതെ ഇരിക്കാം. എനിക്ക് ഈ കാര്യത്തിൽ നുണ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ ആ കാര്യം മനസ്സിലാകുമെന്ന് പറയുകയും ചെയ്യുന്ന ഡോക്ടർ ഇവിടെ അതിനുള്ള രേഖകളും കാണുമെന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതോടെ മീനു ശിവരഞ്ജിനിയെ നോക്കി ഒരു 10 നിമിഷം നിന്നു പോകുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുകയും ഇതേ തുടർന്ന് ഉടൻ തന്നെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് മീനു യാത്ര തിരിക്കുകയും ചെയ്യുന്നു. മീനുവിൻ്റെ അപ്രതീക്ഷിതമായ ഈ പോക്ക് കണ്ട് ശിവരഞ്ജിനി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതോടെ ഈ കാര്യങ്ങൾ സുഹാസിനിയും അറിയാനിടയാകുന്നു. മീനു എൻ്റെ മകളാണ്, ആ കാര്യം ഇന്നാണ് ഞാൻ അറിയുന്നത് എന്ന് ശിവരഞ്ജിനി പറഞ്ഞതിനെ തുടർന്ന് സുഹാസിനി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം അങ്ങനെ വെറുതെ വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന സുഹാസിനി അതുകൊണ്ട് തന്നെ മീനുവിൻ്റെ കാര്യം പുറം ലോകം അറിയുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നും വീട്ടിലുള്ളവരുടെ വില പോവുകയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇനി എൻ്റെ മകളെ ഞാൻ സ്വന്തമാക്കും. ഇത്രയും വർഷങ്ങൾ ഞാൻ അവളിൽ നിന്ന് പിരിഞ്ഞു കഴിയുകയായിരുന്നു. സത്യങ്ങളെല്ലാം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ എൻ്റെ മകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും അത് എതിർക്കുന്നതിനായി ആരൊക്കെ വന്നാലും അവരെയെല്ലാം എതിർത്തുകൊണ്ട് ഞാനും എൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയാണ് ശിവരഞ്ജിനി. ഇതോടെ സുഹാസിനിക്ക് എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. ഇതോടെ സുഹാസിനി തൽക്കാലത്തേക്ക് ശാന്തമായിരിക്കുകയാണ് വേണ്ടത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പോയി സമാധാനമായി ആലോചിച്ച് തീരുമാനിക്കാം. മീനു ഇവിടെ നിന്ന് ഓടിപ്പോകുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലായി ആലോചിച്ച് ചെയ്യാം. കുറച്ച് സമയം മാത്രമാണ് എനിക്ക് വേണ്ടത് എന്ന് സുഹാസിനി വ്യക്തമാക്കി ആശ്വസിപ്പിച്ചിരിക്കുകയാണ് തൻ്റെ സഹോദരിയെ. ഇതോടെ ശിവരഞ്ജിനി ഇനിയും തൻ്റെ മകളെ തനിക്ക് കാണണം എന്നും സംസാരിക്കണം എന്നുമുള്ള കാര്യം മനസ്സിൽ പറയുകയാണ്. എന്നാൽ ഇതേ സമയം വീട്ടിലേക്ക് തിരികെ എത്തുന്ന മീനു ഞെട്ടിപ്പോയിരിക്കുകയാണ്. പാർവതി കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ചതിനെ തുടർന്ന് മീനു അപ്പോൾ ഡോക്ടർ പറഞ്ഞതെല്ലാം ശരി തന്നെ ആയിരുന്നല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന പാർവതി അതൊക്കെ സത്യം തന്നെയാണ് എന്ന് സമ്മതിക്കുകയാണ്. അവർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. നീ ശിവരഞ്ജനിയുടെ മകൾ തന്നെയാണ്. ആ കാര്യം നിഷേധിക്കാൻ ഞാൻ ഒരുക്കവുമല്ല. പക്ഷേ ഇത്രയും നാൾ നീ എൻ്റെ സ്വന്തം മകൾ തന്നെയായിരുന്നു. നിനക്ക് യാതൊരു കുറവും വരുത്താതെയാണ് ഞാൻ നിന്നെ വളർത്തിയത് എന്നുള്ള കാര്യവും നീ മറന്നു പോകരുത് എന്ന് അറിയിച്ചതിനെ തുടർന്ന് അതൊന്നും മറക്കുകയില്ല എന്ന് പറയുന്ന മീനു പാർവതിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് അമ്മയെ ഉപേക്ഷിച്ച് നീ പോകുമോ എന്ന് മീനുവിനോട് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. പാർവതി അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന
മീനു ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കാതെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് മീനുവിനെ തേടിക്കൊണ്ട് സുഹാസിനി എത്തുന്നത്. അപ്രതീക്ഷിതമായ ഈ വരവ് മീനുവിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മീനുവിനോട്, നീ ഞങ്ങളുടെ സാമ്രാജ്യത്തിലേക്ക് വലിഞ്ഞു കയറി വരാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതൊന്നും അത്ര എളുപ്പം നടക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിന്റെ ആഗ്രഹമെല്ലാം എനിക്കിപ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇനി എല്ലാ സ്വത്തുക്കളും കൈപ്പിടിയിലാക്കാനാവും നിന്റെ വരവ് എന്നും എനിക്ക് അറിയാമെന്ന് സുഹാസിനി പറഞ്ഞതിനെ തുടർന്ന്, എനിക്ക് നിങ്ങളുടെ സ്വത്തുക്കളുടെ ഒന്നും ആവശ്യമില്ല എന്ന് തിരിച്ചടിക്കുന്ന മീനു, ഇതുവരെ ജീവിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനും എനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പഠിപ്പിക്കുന്നതിനായി നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായി അറിയാം. എന്നെ പഠിപ്പിക്കുന്നതിന് മുമ്പ് തിരികെ പോകുന്നതാണ് നല്ലത് എന്നുള്ള കാര്യവും മീനു അറിയിച്ചതിനെ തുടർന്ന് സുഹാസിനി മടങ്ങിപ്പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് തൻ്റെ മകനെ ചെന്ന് കാണുന്ന സുഹാസിനി, സ്വത്തുക്കൾ എന്തായാലും കൈവിട്ടു പോകും. ശിവരഞ്ജിനി ആരൊക്കെ എതിർത്താലും വീട്ടിലേക്ക് അവളെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇവിടെ നമ്മൾ ബുദ്ധിപൂർവം കളിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനും സാധിക്കും. ഇത് പറയുന്നത് കേട്ടതിനെ തുടർന്ന് സുഹാസിനിയോട് മകൻ എങ്ങനെയാണ് അതെന്ന് ചോദിച്ചതിനെ തുടർന്ന്, നീ അവളെ വിവാഹം കഴിക്കണം. അങ്ങനെയാവും അങ്ങനെ ചെയ്താൽ സ്വത്തുക്കൾ ആരുടെ പേരിലേക്ക് വരുമെന്ന് ചിന്തിച്ചു നോക്കിയേ. അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് പതിയെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം സുഹാസിനി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.